നമസ്കാരം. ACV ന്യൂസിന്റെ ഉള്ളു തുറന്ന പരിപാടിയിൽ ഇന്ന് പ്രശസ്ത നാടകകൃത്ത് ശ്രീ ഓംചേരി NN പിള്ള. സ്വാഗതം ശ്രീ ഓംചേരി. നമസ്കാരം. 6 ദശകം പിന്നിടുന്നു. താങ്കൾ മലയാള നാടകരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച് ഇന്ന് ആ നാടകങ്ങൾ മലയാളക്കരയിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു. 6 ദശകം പിന്നിട്ടു. പക്ഷേ താങ്കൾ ഒരു പ്രവാസിയാണ്. അതുകൊണ്ട് കേരളക്കരയിൽ എന്തോ വേണ്ടത്ര അറിയാതെ പോയി അല്ലേ? അത് ഞാൻ നാടകം എഴുതാൻ തുടങ്ങിയത് പ്രവാസിയായതിനു ശേഷമാണ്. പിന്നെ ഞാൻ എന്നും പ്രവാസിയാണ്. പ്രവാസി ഒരിക്കൽ വയലോപ്പള്ളി ശ്രീധരമേനോൻ എന്നോട് പറഞ്ഞു, എനിക്ക് SPCSന്റെ അവാർഡ് സമ്മാനിച്ചുകൊണ്ട് പറഞ്ഞതാണ്. സാഹിത്യപ്രവർത്തകർ വയലോപ്പള്ളിയാണ് ചെയ്തത്. പറഞ്ഞു, നിങ്ങൾ ഈ ഒരു പ്രവാസിയായിട്ടിരുന്നുകൊണ്ട് കവിത എഴുതാം, നോവൽ എഴുതാം, ഷോർട്ട് സ്റ്റോറി എഴുതാം, ഒരു കുഴപ്പമില്ല, ഇഷ്ടം പോലെ. പക്ഷേ നാടകം എഴുതുമ്പോൾ അപകടമാണ്. കാരണം നാടകം രംഗത്ത് പ്രയോഗിക്കാനുള്ളതാണ്. അവിടെ നിന്നിട്ട് ഇവിടെ എല്ലാം ആൾക്കാർ നാടകം വായിച്ചാൽ പോരാ, രംഗത്ത് വന്ന് അഭിനയിച്ച് അതിൻ്റെ സാഫല്യോടെയാണ്. അതിന് സാധിക്കാതെ പോയാൽ അവിടെ കവിത ചെറിയതൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നിങ്ങളെ ബാധിക്കുന്നില്ല എനിക്ക് തോന്നുന്നത്. അത് ആ ഇടയ്ക്ക് തൃശ്ശൂർ വെച്ച് എൻ്റെ തേവരുടെ ആന നാടകം ജോസ് ചിറമൽ ഒരു നല്ല സംവിധായകരുണ്ട്, അയാൾ ചെയ്ത്. അപ്പോൾ ആ നാടകം കണ്ടപ്പോൾ എനിക്ക് തോന്നി, നിങ്ങൾക്ക് ഈ അവശത ബാധിക്കാൻ പാടില്ല, ആരെങ്കിലുമൊക്കെ ഏറ്റു നടത്തും എന്ന് തോന്നി അത് കണ്ടപ്പോൾ. അല്ലെങ്കിൽ നാടകക്കാർക്ക് ഈ അവശത, മറുനാടന്മാർക്ക് ഈ അവശതയുണ്ട്. വയലോപ്പള്ളി പറഞ്ഞത് ശരിയാണ്. എൻ്റെ നാടകം ഞാൻ എഴുതി കഴിഞ്ഞാൽ ഏറ്റെടുത്ത് നടത്തുന്നതെല്ലാം മലയാളിൽ എവിടെയുണ്ടോ അവിടെയൊക്കെ നടത്തും. സ്വന്തമായിട്ട് എനിക്ക് ഈ നാടക ട്രൂപ്പൊന്നുമില്ല. പക്ഷേ ഈ നാടകങ്ങളെല്ലാം ഈ മലയാളത്തിലുള്ള എല്ലാ സ്ഥലത്തും നടന്നിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഈ പറഞ്ഞത് ശരിയാണ്. കേരളത്തിൽ എൻ്റെ നാടകം പറ്റി അങ്ങനെ സീരിയസ് ആയിട്ടൊരു സ്റ്റഡിയോ നടന്നിട്ടില്ല. അത് ഇല്ലാത്തത് ഇവിടെ തെറ്റല്ല. ഇവിടെ തന്നെ കറങ്ങുന്ന ആൾക്കാർ ധാരാളമുണ്ട്, നാടകകൃത്തുക്കളും എല്ലാം. അന്നേരം അവരുടെ ഈ സമയം കഴിഞ്ഞിട്ട് വേണം ഒരു വിദേശിയായ ഒരാളിനെ. അതുകൊണ്ടാണ്. പക്ഷേ എൻ്റെ നാടകങ്ങളുള്ള അംഗീകാരം ഇവിടെ എല്ലാ നാടക സമിതികളും എല്ലാ കാലത്തും ചെയ്തിരുന്നു. ഇവിടെ ഈ എൻ്റെ നാടകങ്ങൾ ഓരോ ഈ ഇന്നലെ നടന്ന ഉലവട്ട ഒരുമാൾ ആദ്യം ചെയ്തത് കലാധരനാണ്. ആദ്യത്തെ കലാധരൻ എവിടെയൊക്കെ കൊണ്ടുവന്ന് നടന്നിരുന്നു. ഉലവട്ട ഒരുമാൾ പല തവണ ഇവിടെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ നാടകങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ കൂടുതൽ കാര്യമായ ഒരു സ്റ്റഡിയൊക്കെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഇതൊരു നല്ലൊരു സംരംഭമാണ്. പക്ഷേ ഒരു നാടകകൃത്ത് ആയതുകൊണ്ടാണോ ഇത്തരത്തിൽ കേരളത്തിൽ വേണ്ടത്ര അംഗീകാരം കിട്ടാതെ പോയി? ഇപ്പം താങ്കളുടെ ഡൽഹിയിൽ കഴിയുന്ന സമയത്ത് അതുപോലെ മറ്റെഴുത്തുകാർ ധാരാളം ഉണ്ടായിരുന്നു. OV വിജയൻ, M മുകുന്ദൻ, VKN ഇങ്ങനെ പോകുന്നു. അവരൊക്കെ കഥ എഴുത്തുകാരും കാക്കനാടനും ഒക്കെ ഉണ്ടായിരുന്ന കൂടുതൽ കഥാകാരന്മാരും നോവലിസ്റ്റും ഒക്കെ ആയിരുന്നു. അതുകൊണ്ടാണോ അവരേറെ അംഗീകാരം നേടുകയൊക്കെ ചെയ്തത്? ഇത് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു നാടകം അവതരണമാണ് വേണ്ടത്. അത് കിട്ടാതെ പോയതുകൊണ്ടാണോ താങ്കൾ അംഗീകരിക്കപ്പെടാതെ പോയത്, വൈകിയത്? അത് മാത്രമല്ല, അവർക്ക് ഈ നോവലിനും ചെറിയതയ്ക്കും എല്ലാം നിത്യമായ വായനയും പ്രചാരണമുണ്ട്. അവരെല്ലാം പ്രചാരകന്മാർ കൂടെയായിരുന്നു. അവരുടെ സ്വന്തം വായന മറ്റുള്ളവർ വായിക്കും, ഒരു പ്രചരണം അതിൻ്റെ അടിയിലുണ്ട്. ഈ നാടകത്തിന് അതില്ല. നാടകമാരെങ്കിലും അവതരിപ്പിക്കും, അപ്പം ആൾക്കാർ കാണും. പക്ഷെ നിരന്തരമായ ഒരു ഈ സ്വയം പ്രചാരണം അതൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഈ ഇവർക്കെല്ലാം വ്യക്തിപരമായ ബന്ധങ്ങളും അതുണ്ടായിരുന്നു. പിന്നെ അവരുടെ കലാസൃഷ്ടി നോവലിലും ചെറുകഥയിലും OV വിജയനോ കാക്കനാടനോ മുകുന്ദനും എല്ലാം ചേരുന്നത് അത്യത്ഭുതകരമായ. അത് ഇവിടെ അവർ പിറ്റേ ദിവസം ഇവിടെ വരികയും ചെയ്യും. അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ഞാനങ്ങനെ വരവൊന്നുമില്ല, ആരെങ്കിലും വല്ലപ്പോഴും ചെയ്യും. അത് നാടകത്തിൻ്റെ ആവശ്യതയുണ്ട്. ഈ പറഞ്ഞ പോലെ ആ ഒരു മാധ്യമം നാടകമായി കഴിഞ്ഞാൽ അത് മറ്റ് പോലെ എളുപ്പമല്ല. അതിന് രംഗഭാഷ്യം ചമയ്ക്കാൻ പറ്റിയ ആൾക്കാരുണ്ടാകണം. ഈ രംഗഭാഷ ചമയ്ക്കാൻ ഇല്ലാത്തവരാണ് ചെയ്തെങ്കിൽ അത് അറിവുകയും ചെയ്യും. ഇതാണ് അപകടം. താങ്കൾ ഈ 1950-കളിൽ 50-51 ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്നത്. അന്നൊരു യുവകവിയായിട്ടാണ് ചെന്നത്.
പിന്നീട് താങ്കൾ ഒരു നാടകക്കാരനായി മാറിയത്, ഒരു നാടകകൃത്തായി മാറിയത് AKG ആണ് അതിനൊരു കാരണക്കാരൻ അല്ലേ? അദ്ദേഹത്തിന് നിർബന്ധം കൊണ്ടുവന്ന നാടകമാണ് എൻ്റെ ആദ്യത്തെ നാടകം. ആദ്യത്തെ നാടകം എന്ന് പറയാൻ, ഞാൻ അതിനു മുമ്പൊരു നാടകം എഴുതിയിരുന്നു. കടിഞ്ഞൂൽ പ്രസവം അതായിരുന്നു. ഈ AKG പറഞ്ഞതിന് മുമ്പ് ആ നാടകത്തെപ്പറ്റി AKG അറിയാനിടയായത് കൊണ്ടാണ് ഒരു നാടകം എഴുതാനോട് പറഞ്ഞത്. ഞാനിവിടെ പഠിക്കുന്ന കാലത്ത് BJ ടൗണിൽ അവതരിപ്പിച്ചൊരു നാടകമുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുന്ന കാലത്ത്. അതെ, അത് നോട്ടീസ് വേണം. ഞാൻ പഠിക്കുന്ന കാലത്ത് വിദ്യാർത്ഥിയും അതേസമയം ഒരു പത്രപ്രവർത്തകനുമായിരുന്നു. പത്രപ്രവർത്തനത്തോടു കൂടിയാണ് ഞാൻ വിദ്യാർത്ഥിയായിട്ട് പഠിച്ചിരുന്നത്. പത്രപ്രവർത്തനം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വിദ്യാർത്ഥിയാകുകയില്ലായിരുന്നു. അപ്പോൾ പത്രപ്രവർത്തനം എന്നുള്ളതിൽ ഞാൻ ഈ അസംബ്ലി റിപ്പോർട്ട് ചെയ്യാൻ പോകും. അപ്പോൾ ഈ അസംബ്ലിയിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങൾ, ഈ ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, ഇതെല്ലാം കാണുമ്പോൾ ഒരു അസംബന്ധ നാടകം പോലെയാണ്. ചോദ്യത്തിനൊന്നും ഒരു അർത്ഥവുമില്ല, മറുപടിക്ക് അതുപോലും അർത്ഥമില്ല. വാദപ്രതിവാദങ്ങൾ ഹൃദയത്തെ അസംബന്ധം. പിന്നെ എല്ലാം സമുദായ അടിസ്ഥാനത്തിലും ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആവശ്യങ്ങൾ, അല്ലാതെ വേറൊന്നുമല്ല. എല്ലാവരും എന്ത് പറഞ്ഞാലും മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്ക് പലപ്പോഴും തോന്നി ഇതൊരു അസംബന്ധമാണ് ഈ പറയുന്നതെല്ലാം. അന്നേരം അവിടെ ഇരുന്നപ്പോൾ എനിക്ക് ഞാൻ പത്രപ്രവർത്തനം എന്നുള്ള നിലയിലുള്ള ഒരു സർഗാത്മക പ്രതികരണമായിരുന്നു ആ നാടകം. നോട്ടീസ് വേണമെന്നൊരു നാടകം എഴുതി. ആ നാടകം ഇവിടെ BJ ടൗൺ ഹാളിൽ അവതരിപ്പിച്ചു. എൻ്റെ ഇപ്പോഴത്തെ നാടകം. അതെ, താങ്കളെ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചത് തിരുവനന്തപുരത്തെ നാട്യഗ്രഹമാണ്. അലിയാരും ശ്രീ ശിവന്റെയും ഒക്കെ ഒരു പ്രയത്നം കൊണ്ടാണ്. അത് ഞാൻ AKG എന്നെ അറിയാൻ കാരണം ഈ നാടകത്തെപ്പറ്റി AKG അറിഞ്ഞിട്ട് AKGക്ക് ഞാനൊരു നാടകം എഴുതുമെന്ന് പറഞ്ഞു. അവിടെ അമ്പലപ്പുഴയിലെ കയർ തൊഴിലാളികൾക്ക് ഒരു പണപ്പിരിവായിട്ട്. അങ്ങനെയാണ് ഞാൻ ആദ്യം നാടകം എഴുതിയത്. പിന്നീട് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എൻ്റെ സ്വക്ഷേത്രം നാടകമാണ്, കവിതയല്ല. പിന്നെയാണ് എഴുതിയത് നാടകമാണ്. അല്ല, AKGയുടെ നിർബന്ധത്തിനനുസരിച്ച് എഴുതിയത് ഈ വെളിച്ചം നിങ്ങൾക്കുള്ളതാണ്. അതെ, അത് കയർ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പണപ്പിരിവ് എഴുതുക. അത് എഴുതി കഴിഞ്ഞപ്പോൾ അത് അഭിനയിച്ചതും AKG ഒരു 4 അഭിനേതാക്കളെ കാണിച്ചു. ഇവരാണ് അഭിനയിക്കുന്നത്. KC ജോർജ്, PT പുന്നൂസ്, MP ചിവ, BP നായർ, 4 MP മാരാണ്. അവരിത് വായിച്ചു കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയ താരങ്ങളാണ്. ഇത് അവർക്ക് അന്നത്തെ രാഷ്ട്രീയക്കാർക്ക് ഈ സാംസ്കാരികമായ ആഭിമുഖ്യമുള്ളവരാണ് ഇവരെല്ലാം. അന്നത്തെ എന്ന് പറയുമ്പോൾ ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് ആഭിമുഖ്യം ഇല്ല എന്നൊരർത്ഥവും അങ്ങനെയാകാം. താങ്കളുടെ നാടകങ്ങളിലും അങ്ങനെ വായിക്കേണ്ടതായ കാര്യങ്ങളും ഇതെല്ലാം ധ്വനിയാണല്ലോ എല്ലാത്തിലും. അതെ, അങ്ങനെ ഒരു ധ്വനി ഉണ്ടെങ്കിൽ തെറ്റല്ല തന്നെ. ഇവരെ പോലെ ഈ 4 പേരും പ്രശസ്തരായ രാഷ്ട്രീയ പ്രവർത്തകരും അതെല്ലാം വളരെയധികം ത്യാഗം സഹിച്ച് 24 മണിക്കൂറും ഓടി നടക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ. അവർക്കായിരുന്നു ഈ സാംസ്കാരിക പ്രതിബദ്ധത ഉണ്ടായിരുന്നത്. അവരാണ് അഭിനയിച്ചത്. അന്നേരം ആ ഒരു കാലഘട്ടത്തിൽ ആ നാടകം കണ്ട് ഹരിദിന ചതുപഥ്യായ ആ നാടകം കാണാൻ വന്നിട്ടുണ്ട്. AKG ഉള്ളതുകൊണ്ടാണ് കാണാൻ വന്നത്. അത് എവിടെ അവതരിപ്പിച്ചത്? അത് ഫൈൻ ആർട്സ് തിയേറ്ററിൽ ഡൽഹിയിൽ അവതരിപ്പിച്ച് ഹരിനാഥ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നേരെ സ്റ്റേജിൽ കയറി പറഞ്ഞു, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേ ആൻഡ് ഇത് ഒരു ഈ കത്തോലിക്ക പുരോഹിതൻ്റെ മനം മാറ്റമാണ് നാടകം. ഇന്നത്തെ ഈ ലിബറേഷൻ തിയോളജി ആണ് ഞാനത് നാടകത്തിലുണ്ടായിരുന്നത്. ലിബറേഷൻ തിയോളജി. He said this is a very perceptive play which is applicable throughout the universe. It should be translated. I would like to write the introduction. എന്ന് അവിടെ വെച്ചും പറഞ്ഞു. ഏതായാലും വീണ്ടും അത് തർജ്ജമ ചെയ്തു. He wrote an introduction. അത് Unto Light അത് തർജ്ജമ ചെയ്തു. വിത്ത് ഇൻട്രഡക്ഷൻ ഫ്രോം ഇത് ഈ വെളിച്ചം നിങ്ങൾക്കുള്ളതാകുന്നു എന്നുള്ള നാടകം പബ്ലിഷ് ചെയ്തപ്പോൾ കൈനിക്കര പത്മനാഭപിള്ളയായിരുന്നു അന്നത്തെ ഏറ്റവും അഭ്യുന്നതനായ. അദ്ദേഹത്തിൻ്റെ ഇൻട്രഡക്ഷൻ ഉണ്ട്. അതും അസാധ്യമായൊരു ഇൻട്രഡക്ഷൻ. ഒരു നെയ്ത്തിരി ഇട്ട് കത്തിച്ച ഒരു നിലവിളക്ക് പോലെയാണ് ഈ നാടകം പറഞ്ഞൊരു ഒന്നാം തരം. ഏതായാലും അതോടുകൂടി എനിക്ക് തോന്നി എൻ്റെ സ്വക്ഷേത്രം എന്ന് പറയുന്നത് നാടകം തന്നെയാണ്. പിന്നെ അങ്ങോട്ട് ഞാൻ എഴുതിയല്ല നാടകങ്ങളാണ്. അത് ഒരു നാടകവും എനിക്ക് ഇഷ്ടമല്ല എന്ന് തോന്നിയിട്ടില്ല.
അന്നത്തെ ഈ രാഷ്ട്രീയക്കാർക്ക് ഈ സാംസ്കാരിക ആഭിമുഖ്യം ഉണ്ടെന്ന് താങ്കൾ പറയുകയുണ്ടായി. എന്നിട്ട് താങ്കൾ ഈ നിയമസഭയിൽ ഈ അവരുടെ ഈ വാദപ്രതിവാദങ്ങളെയും വിമർശിച്ചുകൊണ്ടും നാടകം എഴുതിയല്ലോ, നോട്ടീസ് വേണമെന്ന് പറഞ്ഞു. അത് ഇവിടുത്തെ ഇത് വെച്ച്. അപ്പോൾ അന്നത്തെ ഇവിടുത്തെ ആയാലും അവിടെ ഉള്ളവരായാലും ശരി തന്നെ അവർക്കൊക്കെ തന്നെ ഒരു സാംസ്കാരിക ആഭിമുഖ്യവും ഒക്കെ ഉണ്ടല്ലോ. ഇന്നത്തെ സഭാ നടപടികളെക്കാളും ഒക്കെ അന്നത്തെ നടപടികൾക്കൊക്കെ വളരെ ഒരു ആർജവവും ഒരു ആഴവും ഒക്കെ ഉണ്ടല്ലോ. എന്നിട്ടും പിന്നെന്താ ഈ നോട്ടീസ് വേണമെന്നുള്ളത്, അങ്ങനെ ഒരു നാടകം രചിക്കാൻ കാര്യം എന്നുള്ളതാണ്. അല്ല, അന്നത്തെ ഈ നാടകത്തിൽ നോട്ടീസ് വേണമെന്നുള്ള ഹെഡിങ്, ആ ശീർഷകം വരാൻ തന്നെ കാരണം അന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു ഈ തിരുവിതാംകൂർ നിയമസഭയിൽ. അദ്ദേഹം ഒന്നും തയ്യാറായി വരില്ല. ഈ മെമ്പർമാർ എന്ത് ചോദിച്ചാലും നോട്ടീസ് വേണമെന്ന് പറയും. മറുപടി പറയാനുള്ളത് ആ നോട്ടീസ് വേണം. അപ്പോൾ ഒരു MLA, വളരെ സരസനായ ഒരു MLA വേറെ 1-2 ചോദ്യം ചോദിച്ചിട്ട് അക്കൂട്ടത്തിൽ ഒരു ചോദ്യം, ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അച്ഛൻ്റെ പേര് എന്താ എന്ന് പറയാനൊക്കെ വളരെ പറഞ്ഞു തരും. നോട്ടീസ് വേണം. ഈ MLA വളരെ ബിരുദനായ ഒരു MLA വളരെ താഴ്ന്ന സ്വരത്തിൽ മറ്റെല്ലാ ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഒന്നുകൊണ്ട് കൂടെ ചോദിച്ചു. അപ്പോൾ നോട്ടീസ് വേണമെന്ന് പറഞ്ഞു. അത് ഞാനിത് ഈ റിപ്പോർട്ടിൽ അപ്പോഴെനിക്ക് തോന്നി ഇത് ആണ് അസംബന്ധ നാടകം ആക്കേണ്ടത്. അങ്ങനെയാണ് നോട്ടീസ് വേണം നാടകം എഴുതിയത്. അത് പിന്നെ അവിടെ നടന്ന ഈ ജാതീയമായ വാദപ്രതിവാദങ്ങളും മന്നത്ത് പത്മനാഭൻ, തൈര്യത്ത് കുഞ്ഞിത്തൊമ്മൻ, PS മുഹമ്മദ് ഇതുപോലുള്ള ഈ സമുദായ നേതാക്കന്മാരായിരുന്നു. മന്നവും ആ മന്നത്തിനൊക്കെ അതികരച്ചിലാക്കിയ നാടകമായിരുന്നു. മന്നത്ത് പത്മനാഭൻ ഈ നാടകം കാണാൻ വന്നിരുന്നു. ഞാൻ അഭിനയിച്ചുകൊണ്ട് സ്റ്റേജിൽ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം മുൻവശിരിക്കുന്നത്. എനിക്ക് തോന്നി അദ്ദേഹത്തിന് വളരെ സ്വാധീന ശക്തിയുള്ള പേപ്പറിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ഇത്രയധികം കലശയായിട്ട് കളിയാക്കുമ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും മനസ്സിൽ ഒരു നീരസം ഉണ്ടാകും. അത് അഭിനയിച്ചയാളോ ഇത് കലശയായിട്ട് അഭിനയിക്കുക കുമരകം ശങ്കുണ്ണിമേനൻ KPSC നടനും പ്രഗത്ഭനായ അഡ്വക്കേറ്റുമായിരുന്നു. ആ ശങ്കുണ്ണിമേനനാണ് അന്നത്തിൻ്റെ റോള്. അത്യുഗ്രനായിട്ട് അങ്ങനെ അഭിനയിച്ചു. ഈ എക്സാഗ്രേറ്റഡ് അബ്സഡിറ്റി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ നാടകം അത്യുഗ്രമായി. ഞാൻ ആരാണെന്ന് എന്നെ മനസ്സിലാക്കിയ നാടകമാണ്. നിങ്ങൾ മറ്റുള്ളവരെല്ലാം കാണുന്നത് ഏത് രൂപത്തിലാണെന്ന് എനിക്കറിയാൻ കഴിഞ്ഞത് ഈ ഒരു നാടകമാണ്. എനിക്ക് വളരെ സന്തോഷമായി. ഈ ഒരു പ്രതികരണം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അന്ന് ഈ ഇതുപോലുള്ള പ്രതികരണത്തിന് ശേഷിയുള്ള രാഷ്ട്രീയക്കാരുണ്ടാകും. അല്ലെങ്കിൽ സാധാരണഗതിയിൽ അദ്ദേഹം ഇതിൽ പ്രതിഷേധിക്കുകയോ അപ്രിയം കാണിക്കുകയൊക്കെ വേണ്ടതാണ്. പക്ഷെ അതൊന്നല്ല ഉണ്ടായത്. ആ ഒരു സ്നേഹബന്ധം പിന്നീട് വളരെ നാൾ നീണ്ടു നിൽക്കുകയും ചെയ്തു. ഇന്ന് അത്തരത്തിലൊരു നാടകം എഴുതിയാൽ ഈ മന്നത്ത് പത്മനാഭൻ്റെ പിൻഗാമികളൊക്കെ മന്നത്ത് പത്മനാഭനെ പോലെ ഇത് സ്വീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സ്വീകരിക്കില്ലെന്ന് മാത്രമല്ല, ഇവനെ ബഹിഷ്കരിക്കുക എന്ന് പറയുകയും ചെയ്യും. സമദൂരം പാലിക്കണമെന്ന് സമദൂരം പാലിക്കുക. അല്ല, സമദൂരമാണെങ്കിലും പോട്ടെ, ദൂരം പാലിക്കുക. സമദൂരമാണെങ്കിലും പൊക്കളെടുത്ത് വയ്യ. ഇത് ദൂരം പാലിക്കുക എന്ന് തന്നെ പറയും. ഇതാണ് അത്. ഈ മനുഷ്യൻ്റെ സ്വാർജിതമായ ഒരു സംസ്കാരമുണ്ട്. മന്നം ഇത്രയും വലിയ ഒരു മഹാനായത് അദ്ദേഹത്തിൽ ഈ അലിഞ്ഞു ചേർന്നൊരു സംസ്കാരം കൊണ്ടാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ വിദ്യാഭ്യാസമോ ഒന്നുമില്ലാത്തൊരു മന്നത്ത് പത്മനാഭൻ ഇത്രയും വളർന്നു വരണമെങ്കിൽ എന്തോ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ വളർച്ചയാണല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രതികരണം ഉണ്ടായത്. ഇവർ ഈ ദൂരെ പോ എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് നമുക്കത് ഇന്ന് ആലോചിക്കാൻ ഒക്കില്ല. പക്ഷേ ഈ ഇന്നത്തെ സഭാ നടപടികൾ കണ്ടുകൊണ്ട് താങ്കൾക്ക് നാടകം എഴുതണമെന്ന് തോന്നുന്നുണ്ടോ? നാടകം എഴുതിയാലും പ്രയോജനമില്ലാതെ തോന്നാണ്. സഭ കൊണ്ടും പ്രയോജനമില്ല, നാടകം കൊണ്ടും പ്രയോജനമില്ല. ഇത് ഇപ്പോഴത്തെ ഈ നടുത്തളം, നടുത്തളത്തിൽ ഇറക്കലുണ്ടല്ലോ. അന്ന് ഈ നടുത്തളം ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു അന്ന് ഈ ഞാനൊക്കെ ഈ അസംബ്ലിക്ക് പറയുമ്പോൾ നടുത്തളം എന്നൊരു ഇടപാടുണ്ടായിരുന്നില്ല. ഇവർ ഇരുന്നിടത്ത് നിന്ന് ശക്തമായിട്ട് പ്രതിഷേധിക്കും. ഈ പ്രതിഷേധത്തിനും
ഒരു ഈ സഭ്യതയുടെ ഭാഷയുണ്ടായിരുന്നു. അസഭ്യമല്ല, സഭ്യതയുടെ ഭാഷ. മന്നവും തരിയത് കുഞ്ഞിത്തും പ്രസംഗിക്കുന്നത് സഭ്യതയുടെ അങ്ങറ്റം നല്ല ഈ സുന്ദരമായ പദങ്ങൾ ഉപയോഗിച്ചിട്ട് അധിക്ഷേപിക്കാം. ഇന്നതല്ലോ, ഇവർക്ക് ഈ നടുത്തളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സഭ്യതയൊന്നുമില്ല. ഇപ്പം നടുത്തളമാണ് ഈ അന്തരം. അത് ഇനി എന്തെഴുതിയാലും അത് നന്നാക്കാൻ സാധ്യമല്ല. ഈ നടത്തളമായിട്ട് പോകും. ഇപ്പം AKGയുടെ നിർബന്ധത്തിലാണ് താങ്കൾ മറ്റൊരു നാടകം എഴുതിയത്. ഈ വെളിച്ചം നിങ്ങൾക്കുള്ളതാണ്. ഡൽഹിയിൽ അവതരിപ്പിച്ചു, ഏറെ അംഗീകാരവും നേടി. AKGയുടെ ആ പ്രസ്ഥാനത്തിലുള്ള ഒരു താങ്കളെ ഇപ്പോഴെങ്ങനെ കാണുന്നത്? ആ പ്രസ്ഥാനത്തിലുള്ള പലരും എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. ഇപ്പോൾ ആ പ്രസ്ഥാനത്തിലുള്ള ഈ പേര് പറയാൻ എം എ ബേബി, ആ പ്രസ്ഥാനത്തിലുള്ള ഈ എന്നെ ഇത്രയധികം ബഹുമാനിക്കുന്ന ഒരാളാണ് എം എ ബേബി. എൻ്റെ നാടകങ്ങൾ വായിക്കുകയും രസിക്കുകയും ചർച്ച ചെയ്യാൻ എപ്പോഴും തയ്യാറാണ് ബേബി. അങ്ങനെയുള്ള കാണുമ്പോഴെല്ലാം ആദ്യം ആ സാറിൻ്റെ ഇത് ഞാൻ വായിച്ചു. അത് ഈ ബേബിയുടെ ഒരു സംസ്കാരം, ഈ സംഗീതം. എവിടെയെങ്കിലും ഞാനൊരു പാർട്ടി ചെയ്യുമ്പോൾ ഡൽഹിയിൽ ബേബി ഉണ്ടെങ്കിൽ ബേബിയോടെ കാണും. അന്നേരം അങ്ങനെയൊരു ഈ സാഹിത്യമായാലും സംഗീതമായാലും അതിനൊക്കെ ശരിക്കും ആന്തരികമായൊരു പ്രചോദനം സ്വയം ഉള്ള ആൾക്കാരുണ്ട് അവരുടെ കൂട്ടത്തിൽ, ബേബി പോലുള്ളവർ. അതൊന്നും ഇല്ലാത്തവർ ധാരാളം. ഈ അത് ഞാൻ അടുത്ത കാലത്ത് മനോരമ എന്നോട് എന്തെങ്കിലും എഴുതണം എന്ന് പറഞ്ഞിരുന്നു. എന്തെങ്കിലും ഒരു മിഡിൽ, ഞാൻ പണ്ടൊക്കെ ധാരാളം മിഡിൽ എഴുതിയത് മനോരമയിൽ, ഞാൻ പിന്നെ എഴുതാറില്ല. ഇപ്പം അടുത്ത കാലത്ത് ഒരു മാസത്തിന് മുമ്പാണ് എന്തെങ്കിലും വിഷയത്തെ പോയി ഉടനെ എഴുതണം. ഞാൻ നല്ല വാക്ക് ഒതുവാൻ പ്രാണി ഉണ്ടാകണം എന്നൊന്ന് എഴുതി. അത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. അവരെ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു, വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. അത് ഈ നല്ല വാക്ക് പറയാത്ത ഈ ചില ആൾക്കാർ ഈ എതിർകക്ഷിയെ ചീത്ത പറയുക, ആ ചീത്ത പറയുന്നത് ആ എതിർകക്ഷിക്ക് അനുകൂലമായിട്ട് മാറുക. എതിർകക്ഷി ആ ചീത്ത കേട്ടിട്ട് അതുകൊണ്ടിറക്കി ഇത് എന്നെ പറ്റി പറഞ്ഞു. അത് ഇവർക്കെതിരായിട്ട് തന്നെ പോകുക. നല്ല വാക്ക് പറയാത്തതിൻ്റെ അപകടം. മോഡി ചായക്കടക്കാരനാണ്, ചായൽപ്പടിക്കാരനാണ് പറയാൻ പറഞ്ഞതുകൊണ്ട് മോദിക്ക് വളരെയധികം വോട്ട് കിട്ടി. ഇവർക്ക് വോട്ട് പോയതെല്ലാം അവർ ഈ ചായക്കടക്കാരനാണ്, ചായൽപ്പടിക്കാരാണെന്ന് പറഞ്ഞതുകൊണ്ട് അത് ഇവർക്കെതിരായിട്ട് തിരിച്ചു. അത് നല്ല വാക്ക് ഒതുവാനുള്ളത്ര. ഞാൻ ഇങ്ങനെ 2-3 കാര്യം പറഞ്ഞപ്പോൾ അത് ഇവരുടെ കൂട്ടത്തിൽ സംസ്കാരം ഉള്ളവർ ഉണ്ട്, പക്ഷെ സംസ്കാരം ഇല്ലാത്തവർ ഈ വാക്കുകൊണ്ടും അവരുടെ ശരീരഭാഷ കൊണ്ടും, അതുകൊണ്ട് മാത്രമല്ല ശരീരഭാഷ കൊണ്ടും എല്ലാം ആൾക്കാരെ അകത്തിക്കളയുന്നു. ഈ നാടകം ഒരുപക്ഷെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം പോലെ തന്നെ ഏറെ പ്രചാരം നേടേണ്ട ഒന്നല്ലായിരുന്നു? അതെ, വളരെ നല്ല ഒരു ചോദ്യമാണത്. ഇവിടുത്തെ ഏതോ ഒരു നിരൂപകൻ ഒരിക്കലും അത് പറഞ്ഞു. 52 നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റാക്കിയത്. ഇതും എഴുതിയത് 52. പക്ഷേ ഇത് അവിടെ ഡൽഹി കടന്നുപോയി, ഡൽഹിയിലെ അവതരിപ്പിച്ചുള്ളത്. പിന്നീട് പുസ്തകമാക്കി അന്ന് ഇത്ര പെട്ടെന്ന് പുസ്തകമാക്കാനൊക്കെ പ്രയാസമുണ്ട്. അന്ന് ഈ സർക്കിൾ KG-പ്പുള്ള കുറച്ച് പേരെല്ലാം ഇത് നന്നായിട്ട്. ഇന്ന് എൻ്റെ ഈ കളക്റ്റഡ് വർക്സിൽ സച്ചിദാനന്ദൻ്റെ ഒരു ടാക്ഷൻ ഒരു വിമോചന, ഈ ക്രിസ്ത്യൻ്റെ ക്ലർജിയുടെ വിമോചന തത്വശാസ്ത്രം, വിമോചന ലിബറേഷൻ തിയോളജി, ആ വിമോചന ആ തിയോളജിയെ പറ്റിയുള്ള ആ തിയോളജി ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും ശക്തമായ നാടകമാണിത് അന്ന് എഴുതിയ 52 എന്ന് പറഞ്ഞു. വേറെ ഏതോ ഒരു, എനിക്ക് ഓർമ്മയില്ല, ഇത് കേരളത്തിൽ അക്കാലത്ത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നല്ല, നിങ്ങൾ എന്നെ മനുഷ്യനാക്കി എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കാവുന്ന ആ മനുഷ്യനാക്കി എന്നുള്ളത് കമ്മ്യൂണിസ്റ്റാക്കിയതിനേക്കാൾ വലുതാണ്. പക്ഷെ അത് കൊണ്ടുവരുന്നില്ല. ഇന്നും ആ നാടകം വായിക്കുമ്പോൾ ഇന്നലെ അതിൽ അഭിനയിച്ച ഒരാളിവിടെ, അവശേഷിക്കുന്ന ഒരാളിവിടെ ഉണ്ട്, റോസ്കോട്ട്. എന്നിട്ട് റോസ്കോട്ടിനെ ഇവിടെ ആദരിച്ചു. ആ നാടകത്തിൽ അഭിനയിച്ച ഒരാൾ, അവശേഷിക്കുന്ന ഒരു റോസ്കോട്ടാണ്. ആ പുരോഹിതനായിട്ടാണ് റോസ്കോട്ട് അഭിനയിച്ചത്. ഈ മുതലാളിമാരുടെ ഈ മർദ്ദനവും മുതലാളിമാർ സമൂഹത്തോട് ചെയ്യുന്ന
അനീതിയും കൊണ്ട് സഹിമുട്ടിയിട്ട് ഈ ലോഹ ഊരി വച്ച് ഞാൻ നിന്നെ സേവിക്കാനായിട്ട് ഇതാ വരുന്നു, ഈ സേവിക്കാൻ പോകുന്ന പള്ളിയിൽ നിന്ന് വെളിയിലാണ് എന്ന് പറഞ്ഞു പോയ ഈ പുരോഹിതനായിട്ടാണ് റോസ് കട്ട വഹിച്ചത്. അത് വിമോചന ദൈവശാസ്ത്രം ആണ് വാസ്തവത്തിൽ ഇന്ന് നമ്മൾ അറിയുന്ന ഈ ലാറ്റിൻ അമേരിക്കയിലും എല്ലാം പറയുന്ന വിമോചന ദൈവശാസ്ത്രം. പക്ഷെ അത് 52 എഴുതിയ നാടകമാണത്. അത് ഇവിടെ ഒന്നും ഏറ്റു നടത്തിയിരുന്നില്ല. ഇന്ന് വായിക്കുമ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ ഇന്നത്തെ ചർച്ച ഈ കുറച്ച് ചെറുപ്പക്കാരും എൻ്റെ ഓരോ നാടും എടുത്തിട്ട് ഉള്ള ചർച്ച ഉണ്ടായിരുന്നു, നാടക ചർച്ച. എനിക്ക് ഏറ്റവും അത്ഭുതകരമായി തോന്നുന്നത് ഈ ചർച്ചയിൽ വേണ്ടി ആ നാടകങ്ങളെല്ലാം പഠിച്ച് അതിൻ്റെ ആന്തരിക സത്ത മനസ്സിലാക്കിയിട്ട് അതിൻ്റെ മാനസികമായ ഒരു അനാലിസിസ് നടത്തിയിട്ടാണ് പലരും ഇവരെല്ലാം. അതെല്ലാം പ്രബന്ധങ്ങളാണ്. ഇപ്പം ഇത്തരത്തിലൊരു അംഗീകാരമൊക്കെ കിട്ടുന്നുണ്ട്. മുൻപ് അങ്ങനെ ഒരു അംഗീകാരം കിട്ടാതെ ഒരുപക്ഷെ താങ്കളെ ആൾക്കൂട്ടത്തിൽ ഒരു ഏകാന്തത അനുഭവിച്ച് താങ്കൾ നിന്നു. താങ്കൾ ഈ ഇത്തരത്തിലുള്ള ക്ലിക്കുകളിലൊന്നും തന്നെ പെട്ടിരുന്നില്ല. ഡൽഹിയിലെ ജീവിതം. അതെ, ശരിയാണ്. അത് വയലായുടെ വാസുപിള്ളയുടെ മലയാള നാടക സാഹിത്യത്തിലുണ്ട്. അതിൽ ഏകാന്ത പഥികൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് താങ്കളെ. അതെ, ഞാൻ ഏകാന്ത പഥികനായിരുന്നു വന്നു. ഇന്നിപ്പം ഇവർ എന്നെ വിളിച്ചു ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അറിവ് വളരെ സന്തോഷം. ഇപ്പം ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഞാൻ എഴുതാനുള്ള എഴുതും. ഇത് ആൾക്കാരെ ഈ എൻ്റെ പ്രളയം നാടകം 4 മാസത്തിന് മുമ്പ് അയർലൻഡിൽ ആബി തിയേറ്ററിൽ അഭിനയിച്ചു. അവരെന്നെ വിളിച്ചു. അതൊരു വലിയ അംഗീകാരമാണല്ലോ. വലിയ അംഗീകാരമാണ്. അന്നേരം അവരെന്നെ വിളിച്ചു, നിങ്ങൾ വരാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ ടിക്കറ്റ് അയച്ചു തരാം. അന്നേരം അവിടം വരെ പോകാനുള്ള ഒരു ശാരീരിക സ്വാസ്ഥ്യമില്ല ഇന്ന് എനിക്ക് സ്വയം വിശ്വാസം. പക്ഷേ മലയാളിയായ ഓംചേരിയുടെ അംഗീകാരങ്ങളും നേട്ടങ്ങളും എല്ലാം പുറം ലോകത്ത് നിന്നാണ്, അല്ലേ? കേരളത്തിൽ നിന്നല്ല. അല്ല, ഇപ്പം കേരളത്തിൽ നിന്ന് ഇപ്പം കേരള സാഹിത്യ അക്കാദമി അംഗീകരിച്ചിട്ടുണ്ട്. സാഹിത്യ അക്കാദമിയിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് തന്നു. അതും വൈകിയായിരുന്നു. അതെ, വളരെ വൈകി, ഈ അടുത്ത കാലത്തൊന്നുമായിരുന്നു. അതെ, സംഗീത നാടക അക്കാദമി സമഗ്ര സംഭാവന അവാർഡ് 2 അക്കാദമികളും തന്നു. അത് ഈ മറ്റാർക്കും കൊടുക്കാനില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ എല്ലാവർക്കും കൊടുത്തിരിപ്പോൾ ഈ കൊടുക്കുക മോശമല്ലേ എന്ന് തോന്നിയിട്ട് അവർ അത് ഇത് തരുന്നു എന്ന് അവർ വിളിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് ഈ സാഹിത്യ അക്കാദമിയിലെ വത്സല ആയിരുന്നു തോന്നുന്നു എന്നെ വിളിച്ചു. മുജസ്സല്ലേ? അതെ, സുഖമാണല്ലോ. അതെ, ഞാൻ വിളിച്ചു വത്സല ഡൽഹിക്ക് വരുന്ന മറ്റു പറയാനായിരിക്കും. അപ്പോൾ ഒരു കാര്യം ചോദിക്കാനാണ് വിളിച്ചു. എന്താണ്? ഞങ്ങൾ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് തരാൻ തീരുമാനിച്ചു. അത് സ്വീകരിക്കുകയില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഉറപ്പുവരുത്താനാണ്. സ്വീകരിക്കുകയോ ഇല്ലയോ എന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വൈകിയതിൻ്റെ ഒരു കുറ്റബോധമായിരിക്കും. വത്സൽ ചോദിച്ചതാണ്. അത് ഞങ്ങൾ തരാൻ തീരുമാനിച്ചിട്ട് അത് ഒന്ന് സമ്മതം ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് യാതൊരു വിസമ്മതവും ഇല്ല. ആയിക്കോട്ടെ. അതൊക്കെ ഈ ചോദിച്ചു. ഇപ്പം സംഗീത നാടക അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ളത് കഴിഞ്ഞ വർഷമാണ്. അത് തന്നാൽ അവർക്ക് നല്ലത്, തന്നില്ലെങ്കിൽ എനിക്ക് ഏതാണ്ട് 80 ഏകാംഗ നാടകങ്ങൾ അല്ലേ, 9 മുഴുനീള നാടകങ്ങളുമാണ് താങ്കളിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതെല്ലാം ഏറെ വ്യത്യസ്തപ്പെട്ട് നിൽക്കുകയാണ്. ഇതിലൊരു പക്ഷേ ഏറെ പ്രാധാന്യമുള്ള, ഏറെ ചർച്ച ചെയ്യുന്ന, ഇപ്പം താങ്കളെ തിരുവനന്തപുരത്ത് വിളിച്ച് നാട്യഗ്രഹം ആദരിച്ചപ്പോഴും അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്ന നാടകം എന്ന് പറയുന്നത് ഉലവട പെരുമാൾ എന്ന നാടകമാണല്ലേ. അതിൻ്റെ ഒരു വേറിട്ടൊരു സ്വഭാവം ഉണ്ടല്ലോ, അത് ഒന്ന് വിശദീകരിക്കാമോ താങ്കൾ? അത് ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം ജനങ്ങളെ കീഴടക്കി വെച്ചിരുന്നത് ഡിക്റ്റേറ്റർഷിപ്പാണ്. ഒരു വലിയൊരു സംഖ്യ ലോക ജനതയിൽ ഒരു 3/4 പലതരത്തിലുള്ള ഡിക്റ്റേറ്റർഷിപ്പ്, ഒരു ഡെമോക്രാറ്റിക് ഡിക്റ്റേറ്റർഷിപ്പും ഈ ഏകഛത്രാധിപത്യമായ ഡിക്റ്റേറ്റർഷിപ്പ്, അങ്ങനെ പലതരത്തിലുള്ള ഡിക്റ്റേറ്റർഷിപ്പിൻ്റെ കീഴിലാണ്. ആ ഡിക്റ്റേറ്റർഷിപ്പിൻ്റെ ഈ ശരിക്കുള്ള ക്രൂരത, മൂർച്ച മനസ്സിലാക്കുമ്പോഴാണ് ഈ എത്രത്തോളം അത് നിർദ്ദയമായിട്ട് നമ്മളെ ഈ താഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഞാനിത് എഴുതിയത് എമർജൻസി കാലത്താണ്. എമർജൻസിക്ക് ശേഷമാണ് അത് അവതരിപ്പിച്ചത്. ഞാൻ എമർജൻസിയുടെ ഭാഗമായിരുന്നു.
ഞാൻ ജോയിൻറ്റ് ചീഫ് സെൻസറാണ്. അന്നേരം ഈ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സാക്ഷിയായിരുന്നു ഞാൻ. വേണമെങ്കിൽ അതിൻ്റെ ഉപകരണമാകാൻ കഴിയുമായിരുന്ന ആളാണ് ഞാൻ. എന്നെ ഏറ്റവും ഇത് എഴുതാൻ പ്രകോപിപ്പിച്ച ഒരു സംഭവം, എന്നെ ജോയിൻറ്റ് ചീഫ് സെൻസറാക്കിയ ഒരു പ്രത്യേക ചുമതല, ഒരു അസൈൻമെൻറ്റ്. അത് രാവിലെ 6 മണിക്ക് ഓഫീസിലെത്തിയാൽ പല സംസ്ഥാന തലസ്ഥാനത്ത് നിന്ന് വരുന്ന ഈ ക്രീഡ് മെസ്സേജ് PTI, ട്രിവാൻഡ്രം, പാറ്റ്ന, കാൽക്കട്ട, അത് വായിക്കുക. വായിച്ചിട്ട് എന്ത് സംഭവിച്ചു അവിടെ ഇന്നലെ അതിനെപ്പറ്റി 4 പേജുള്ള ഒരു കുറിപ്പടി തയ്യാറാക്കി 12 മണിക്ക് മുമ്പ് പ്രൈം മിനിസ്റ്റർക്ക് എത്തിച്ചു കൊടുക്കുക. ഇതായിരുന്നു എൻ്റെ അസൈൻമെൻറ്റ്. അന്നേരം ഇത് വർഷം പിടിച്ചൊരു പരിപാടിയാണ്. ഇതെല്ലാം വായിക്കണം. അതിങ്ങനെ നീണ്ട കട്ടാസ്യങ്ങൾ കൊണ്ടുവരും. വായിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ടത് മാത്രം മാർക്ക് ചെയ്യുക, അത് റീറൈറ്റ് ചെയ്തിട്ട് അയച്ചു കൊടുക്കുക. 3-4 ദിവസം ഞാനിത് ചെയ്തപ്പോൾ എനിക്ക് തോന്നി, അന്ന് എല്ലാം സെൻസർ ചെയ്ത വാർത്തയാണല്ലോ വരുന്നത്. ഈ സെൻസർ ചെയ്ത വാർത്തയെ തന്നെ ചില സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതിൽ 130 അറസ്റ്റ് നടന്നു, 2 പ്രസ് കൂട്ടി എന്നൊക്കെയാണ്. ബാക്കിയെല്ലാം ഭദ്രം, ജയ ഭദ്രം എന്നുള്ള മട്ടില്ല. ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ ഇത് വരും. അപ്പം ഞാൻ അത് അരിച്ചെടുത്തിട്ട് അതുകൂടെ ചേർത്ത് റിപ്പോർട്ട്. ഒരു 3 പേജ് ജയ, 1 പേജ് ഇതുപോലുള്ള അപകടങ്ങൾ, അറസ്റ്റ്, പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ, ഡെത്ത്, ഇതുപോലുള്ള വാർത്തകൾ അതുകൂടെ ചേർക്കും. എൻ്റെ ധാരണ, ഇവർ അന്ന് പ്രൈം മിനിസ്റ്റർക്ക് മറ്റ് യാതൊരു മാധ്യമവുമില്ല സത്യം അറിയാൻ. അപ്പം ഈ പൊതുവാർത്തയിൽ നിന്ന് സത്യം അറിയാൻ മാർഗമില്ലാത്തതുകൊണ്ട് ഇത് ചിലർ ഏതായാലും 4 പേജ് അവർ വായിക്കും, അതുകൂടെ ചെയ്യണം. അത് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഒരു 2 മാസം ഞാൻ പ്രവൃത്തി ചെയ്തു. ഒരു ദിവസം ചീഫ് സെൻസർ, ഹി വാസ് എ വെരി നൈസ് പേഴ്സൺ. ഒരിക്കൽ ഈ PIBയുടെ ചീഫായിരുന്നു, പ്രിൻസിപ്പൽ ഡിപ്പന്ന, അദ്ദേഹമായിരുന്നു ചീഫ്. ഇറ്റ്സ് എ വെരി നൈസ് പേഴ്സൺ. അന്നേരം ഞാൻ കാഷ്വലി ഐ ഹാഡ് ടോൾഡ് ഹിം, ഞാൻ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങളോട് ചേർക്കുന്നുണ്ട്, ലെറ്റേഴ്സ്. അപ്പം ഹീ ബീങ് എ വെരി ജെന്റിൽ പേഴ്സൺ, ഹി സെഡ് ദാറ്റ്സ് ഓൾസോ അവർ ഡ്യൂട്ടി എന്ന് പറഞ്ഞു. ഇതങ്ങനെ ഞാൻ ഇത് നിർബാധമായി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു അഡീഷണൽ സെക്രട്ടറി, ഒരു IPS ഉദ്യോഗസ്ഥൻ, അയാളിപ്പോൾ റിട്ടയർ ചെയ്തിട്ട് ഇവിടെ ഉണ്ട്. അയാൾ ഹി വാസ് എ ടെറർ. അയാൾ എമർജൻസിയുടെ ഒരു പേഴ്സോണിഫിക്കേഷനായിരുന്നു. അയാൾ എമർജൻസിയുടെ എക്സസിൻ്റെ ഒരു പേഴ്സോണിഫിക്കേഷൻ, ഒരാൾ രൂപം. അയാൾ ഞാൻ അയച്ചു കൊടുക്കുന്നതിൻ്റെ കോപ്പികൾ കണ്ടു, വായിച്ചു നോക്കിയിട്ട് ചീഫ് സെൻറ്ററെ വിളിച്ചിട്ട് he began to abuse him. Do you see what is going to the Prime Minister? This man is sabotaging the whole system from inside. And he is trying to disabuse the whole system. And these are the things that he sends to the Prime Minister. So many arrests, so many detentions, and so many people die. Is this to be? He had mentioned to me that something like this also should be. No, it should not be allowed. Ask him to meet me. And Dipana came to me and said, Prasad wants to meet you. I said, why should he want me? I know. I love Chitta Manishram. He is displeased with your work. All right? Let him put in record that he is displeased, and he can dismiss me. I will be most happy if he does it. But I am not going to meet him. Ask him to write to me. All right, change him from that responsibility. From tomorrow, he need not do this work. Put somebody else. Somebody who will have the sense to do
the right thing. അങ്ങനെ he came and told me that you are changed from here. I said, very good. ആ ഒരു ഇൻസ്റ്റൻസാണ് ഈ നാടകത്തെ അന്നേരം ഈ തുണിയില്ലാത്ത രാജാവിൻ്റെ കഥ ഇപ്പം എൻ്റെ മനസ്സിൽ വന്നു. അന്നേരം ഈ തുണിയില്ലാത്ത രാജാവ് ഇത്ര മനോഹരമായ വസ്ത്രമാണ് അന്വേഷിക്കുന്നതെന്ന് പാടി നടക്കുന്ന ആൾക്കാരാണ് ഈ രാജാവിനെ വഷളാക്കുന്നത്. അതാണ് ഈ നാടകത്തിൻ്റെ പിന്നിൽ. അത് ഒരുപക്ഷെ താങ്കളുടെ മറ്റ് നാടകങ്ങളിനേക്കാൾ കൂടുതൽ സജീവമായി ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ ഉലവട പെരുമാൾ എന്ന് പറയുന്ന നാടകം തന്നെ. മറ്റ് നാടകങ്ങൾ വേറെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ഡൽഹിയിൽ കഴിയുന്ന സമയത്ത്, ഇപ്പോഴും ഡൽഹിയിൽ തന്നെ കഴിയുന്നു, അവിടെ ഒരു വലിയ സാഹിത്യ കൂട്ടുകെട്ടുണ്ടായിരുന്നു, രാഷ്ട്രീയ കൂട്ടുകെട്ടൊക്കെ ഉണ്ട്. ഇപ്പം ഒരുപക്ഷെ അവരിൽ ചിലരൊക്കെ നമ്മൾ ഇവിടുന്ന് മൺമറഞ്ഞു പോയി കഴിഞ്ഞു, ചിലർ ഡൽഹി വിട്ടു, അല്ലേ? ഇപ്പോൾ ഡൽഹിയിൽ അത്തരത്തിലുള്ള ഒരു സാഹിത്യ അന്തരീക്ഷവും ഒന്നും തന്നെ ഇല്ല. ഇപ്പം സാഹിത്യ അന്തരീക്ഷം, കവിത, ചെറുകഥ, ഇതിൻ്റെ എല്ലാ അന്തരീക്ഷമുണ്ട് ഇപ്പോഴും. അന്നേരം ഈ കവിതയും ചെറുകഥയുമുള്ള അന്തരീക്ഷം, കവിത വായിച്ച് ആസ്വദിക്കുക, ചെറുകഥ വായിച്ച്. അന്ന് എഴുത്തുകാരുടെ ഒരു കൂട്ടുകെട്ടുണ്ടായിരുന്നില്ല എന്ന് കാക്കനാടൻ എം പി കൂട്ടുകെട്ട്. ഇപ്പം അന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്, ഇത് വെള്ളിയാഴ്ചയാണ് നടന്നത്. ഈ എല്ലാ സാഹിത്യക്കും വെള്ളിയാഴ്ചയാണ്. ഇവരൊക്കെ ഓവിദ്യം പറഞ്ഞ് ദുഃഖവെള്ളിയാഴ്ച വരാൻ പോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവരെല്ലാം പിടിച്ച് കീറും. ഇങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ എളുപ്പമൊന്നുമല്ല. ഈ ഒ വി വിജയൻ്റെ നോവൽ പറ്റി അവിടെ വായിച്ചു കഴിഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കുന്നവരെ പിച്ച് കീറോടെ. അതായത് ദുഃഖവെള്ളിയാഴ്ച അതുപോലെയാണ് ഉഗ്രമായ വിമർശനം. പക്ഷേ അതെല്ലാം ഇവർ മൂന്നനോ വിജയനോ കാക്കനാടനോ എല്ലാം വളരെ സന്തോഷത്തോടുകൂടി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും അതിൻ്റെ ഒരു കറക്റ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാകുകയും ചെയ്തിരുന്നു. അത് ഈ അവരുടെ എല്ലാ കൃതികളും അവിടെ വായിച്ചതാണ്. കേരള ക്ലബിൽ വായിച്ച് ചർച്ച ചെയ്ത കൃതികളാണ് പലതും. അങ്ങനെ ഒരു കാലഘട്ടം ആ തലമുറ പോയി. ഇപ്പോൾ ഉള്ള കവിത വായിച്ചു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകാത്തതും അവർക്ക് തന്നെ ഇല്ലാത്ത എന്തെങ്കിലും വായിക്കും, അങ്ങ് വായിച്ചു പോകും. കാര്യമായ ചർച്ചയോ ഒന്നും ഉണ്ടാകാറില്ല. താങ്കളൊരു പത്രപ്രവർത്തകനായിരുന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഈ പുതു പത്രപ്രവർത്തകരിൽ നിന്ന് ഇത്തരത്തിൽ സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള, എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? കാരണം പുതിയ തലമുറയ്ക്ക് ഇവരെല്ലാം തന്നെ അന്യരാണ്. ഞാൻ ആ വാക്ക് പൂരിപ്പിക്കുകയായിരുന്നു. അന്യരാണ്. അവർക്ക് ഈ പുതിയ തലമുറയിലെ ഈ പത്രപ്രവർത്തകർക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ല. എന്തെങ്കിലും രാഷ്ട്രീയക്കാരൻ എന്തെങ്കിലും അസംബന്ധം പറഞ്ഞാൽ അത് കൊണ്ട് ഓടി നടന്ന് മെസ്സേജ് അയക്കുക. എന്തെങ്കിലും കാര്യമായൊരു സാംസ്കാരിക പ്രവർത്തനം നടന്നാൽ അത് റിപ്പോർട്ട് ചെയ്യുകയോ അത് ഉണ്ടാകാറില്ല. അതേസമയത്ത് ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ അസംബന്ധം പറഞ്ഞാൽ കേൾക്കുക, അവരുടെ ഇതിന് അത് ഈ പത്രപ്രവർത്തകർക്ക് വന്നു ചേർന്നിട്ടുള്ള ഒരു അപചയമായിട്ട് വസ്തുതയിൽ. അതിനേക്കാൾ ഉപരിയായിട്ട് ഇതൊരു സാംസ്കാരിക പരിപാടി കൂടെയാണ് എന്ന് വരാറില്ല. ഈ പത്രപ്രവർത്തകർ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഈ ഹീനമായ ഒരു വശം, രാഷ്ട്രീയക്കാർ അവിടെ വിട്ടും കൊലയും അതുപോലെ കാര്യങ്ങളെ പറ്റിയാണ്, അതിലാണ് നമ്മൾ ശ്രദ്ധ പോകുന്നത്. ഈ പത്രപ്രവർത്തനത്തിന് ഇപ്പം ഒരു കൾച്ചറൽ ജേർണലിസം ഒന്നുമില്ല, പൊളിറ്റിക്കൽ ജേർണലിസം. പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കൺഫ്രണ്ടേഷണൽ പൊളിറ്റിക്കൽ പാർട്ടി ജേർണലിസം, ഇതൊക്കെ അല്ലാതെ ഒരു കൾച്ചറൽ ജേർണലിസം വരുന്നില്ല. താങ്കൾക്ക് ഡൽഹിയിൽ മറ്റൊരു മുഖം കൂടിയുണ്ട്, ഈ മലയാളം, അല്ലേ? മലയാളത്തിൻ്റെ ഒരു മഹിമ നാടകത്തിലൂടെയല്ല, താങ്കൾ മലയാളം പഠിപ്പിച്ചു, അല്ലേ? എത്രയോ പേര് മലയാളത്തിനൊരു അംഗീകാരം നേടിത്തന്നു. ഇവിടെയുള്ളവർ മലയാള ഭാഷയെ അവഗണിക്കുമ്പോൾ മറുനാട്ടിൽ നിന്നുകൊണ്ട് താങ്കൾ ഇതിനു വേണ്ടി പ്രയത്നിച്ച് ഒരു മിഷൻ തന്നെ രൂപീകരിച്ചു. അതിൻ്റെ ഒരു അംബാസഡർ തന്നെയാണ് താങ്കൾ, അല്ലേ? അതിൻ്റെ ഒരു പ്രവർത്തന ശൈലിയുണ്ടല്ലോ. ഇപ്പം നമുക്ക് ഇപ്പോഴാണ് ഇതിൻ്റെ മലയാളം നിർബന്ധമായിട്ട് ബില്ല് വരാൻ പോകുന്നതേ ഉള്ളൂ. എത്രയോ നീണ്ട സമരം ഒക്കെ കൊണ്ടാണത്, അല്ലേ? അവിടുത്തെ അതിൻ്റെ പ്രവർത്തന രീതികളൊക്കെ എങ്ങനെയായിരുന്നു? അത് ഈ ഞാൻ 50കളിലെ ആദ്യം കേരള സ്കൂൾ ഉണ്ടാക്കണം.
ഈ മലയാളം പഠിപ്പിക്കുന്ന സ്കൂൾ വേണം. അതുപോലെ ഒരു മൂവ്മെൻ്റ് ഉണ്ടായി. ഞാൻ ആ മൂവ്മെൻറ്റിലുണ്ടായിരുന്നു. കേരള സ്കൂളിൽ വന്നു. ഒരു സ്കൂൾ വന്നു, 2 സ്കൂൾ വന്നു, 3, 4 സ്കൂളുകളായി. പക്ഷേ അതിൽ ആകപ്പാടെ പഠിക്കാവുന്നത് 1200 1300 കുട്ടികളെ ഉള്ളൂ ഓരോ സ്കൂളിൽ. അന്നേരം ഏതാണ്ട് 10 ലക്ഷം മലയാളികളുണ്ട് അവിടെ. ആ കുട്ടികൾക്കെല്ലാം ഇവിടെ പോകാൻ ഒക്കില്ല. അതുമാത്രമല്ല, ഇവർക്കെല്ലാം മലയാളം പഠിക്കണമെന്നുമില്ല. അവർക്കെല്ലാം ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകണം. അങ്ങനെയുള്ള ബഹുസഹസ്രം മലയാളികളുണ്ട് അവിടെ. അവരെ മലയാളം പഠിപ്പിക്കണം. മറ്റവരേതായാലും പഠിക്കുമല്ലോ നിർബന്ധമായിട്ട്. ഇവരെ പഠിപ്പിക്കാൻ മാറി. അങ്ങനെയാണ് മലയാളം പഠന കേന്ദ്രങ്ങൾ തുടങ്ങിയത്. ഈ നമ്മുടെ സ്വന്തം അധ്വാനത്തിൽ പഠന കേന്ദ്രങ്ങൾ തുടങ്ങി. അതിനെ പഠിപ്പിക്കാൻ സന്നദ്ധതയുള്ള ഈ സ്ത്രീകളുണ്ട്, അഭ്യസ്തവിദ്യരായ ഹൗസ് വൈഫ്സ്. അങ്ങനെ ചെറിയ തോതിൽ അങ്ങും ഇങ്ങോട്ടും തുടങ്ങി. ചില സംഘടനകൾ തുടങ്ങി. അവരെല്ലാം ഇങ്ങനെ തുടങ്ങിയ ഒരു പ്രസ്ഥാനം, മലയാള ഭാഷാ പഠന പ്രസ്ഥാനം, മലയാളം മിഷനാക്കിയത് ഈ VS-ൻ്റെ കാലത്താണ്. മിഷനാക്കി. അത് VS അവിടെ വന്നിട്ട് അങ്ങോട്ട് പ്രഖ്യാപിച്ചത് മലയാളം മിഷനാക്കും. അന്നത്തെ ഡൽഹി ചീഫ് മിനിസ്റ്റർ ഷീലാ ദീക്ഷിത്, MAB ഇവരെല്ലാം വന്നിട്ട് ഒരു വലിയ സമ്മേളനം നടത്തി. അന്നേരം ഈ മലയാളത്തിൻ്റെ പേരിൽ ഇത്രയധികം 12,000 മലയാളികൾ കൂടിയ ഒരു സമ്മേളനം കണ്ടു. അവിശ്വ പറഞ്ഞു, ഇത് മലയാളത്തിൻ്റെ പേര് ഇത്രയും പേര് വരുമോ? അവിടെ വെച്ചാണ് മലയാളം മിഷൻ തുടങ്ങിയത്. ആ മലയാളം മിഷൻ ലോകമാസകലം മലയാളം നടപ്പാക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തുടങ്ങിയ ഒരു മിഷനാണ്. പക്ഷേ ആ മിഷൻ്റെ ഭാഗമാണ് ഞാൻ അവിടുത്തെ ആ മിഷൻ്റെ പ്രസിഡൻ്റാണ് എത്രയോ കാലമായിട്ട്. ഇവിടെ മലയാളം മിഷന് ഒരു കേന്ദ്ര ഭരണ നിർവഹണ സമിതിയുണ്ട്. അതിൽ OMB ഉണ്ട്, സുഗതകുമാരിയുണ്ട്, ഞാനുണ്ട്, പിന്നെ ആരൊക്കെ ഗവൺമെൻറ് സെക്രട്ടറിമാരൊക്കെ ഉണ്ട്. ചീഫ് മിനിസ്റ്ററാണ് അതിൻ്റെ പ്രസിഡൻറ്റ്. ഇതിന് ഈ കാര്യമായ യാതൊരു സഹായവും ഈ കേന്ദ്രങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല. ഇത് ബോംബെ, കർണാടകം, ഗൾഫിലെ ചില പ്രദേശം ഇതിലൊക്കെ വ്യാപിച്ചു എന്നുള്ളതല്ലാതെ കുറേ പുസ്തകം അച്ചടിച്ചു. പാഠപുസ്തകം രചിക്കാൻ ഡൽഹിയിലെ ടീച്ചേഴ്സ് വന്ന് കോളത്തിരുന്ന് പാഠപുസ്തകം രചിച്ചു. 1-ാം തരം പാഠപുസ്തകം. അതാണിപ്പം വിതരണം ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ടുമല്ല, ഈ ടീച്ചിങ് എയ്ഡ്സ് വല്ലതൊക്കെ വേണം, ഒരു ഡിക്ഷണറി വേണം. ഇതെല്ലാം ഇവർ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുകയാണ്. ഈ ടീച്ചേഴ്സെല്ലാം ഫ്രീ ആയിട്ട് പഠിപ്പിക്കുക. സ്ഥലം ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ വാടക കയ്യിൽ നിന്ന് കൊടുക്കുകയാണ് നമ്മളത്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ബോർഡ് വാങ്ങിക്കുക, പഠനോപകരണങ്ങൾ വാങ്ങിക്കുക, ഇത് കൂടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമായ പഠന സഹായം ചെയ്യണം. തീർച്ചയായിട്ടും ചെയ്യാം. പ്രമേയം പാസ്സാക്കും. ഇന്ന് വരെ നടപ്പാക്കിയിട്ടില്ല. എത്രയോ വർഷമായി ചോദിക്കുമ്പോൾ പണമില്ല, പണം അനുവദിച്ച് കിട്ടുന്നില്ല. ബഡ്ജറ്റ് ഞാൻ കഴിഞ്ഞ തവണ ഒരു മെമ്മോറാണ്ടം എഴുതി കൊടുത്തു. 75,000 ചീഫ് മിനിസ്റ്റർക്കും ഇതിൻ്റെ ഭരണസമിതിക്ക് 75,000 കോടി രൂപയാണ് മറുനാടൻ മലയാളികൾ, പ്രവാസികൾ ഇങ്ങോട്ട് അയക്കുന്നത്. വിദേശ മലയാളികൾ ഫോറിൻ എക്സ്ചേഞ്ച്. ഈ ഇന്ത്യയിലുള്ള മലയാളികൾ ഒത്തിരി പഠനം അതിൻ്റെ കണക്കില്ല. ഇവിടെ നമ്മൾ 55,000 കോടി പറ്റാണ് നമ്മുടെ ബഡ്ജറ്റ്. 75,000 കോടി രൂപ ഇങ്ങോട്ട് അയക്കുന്നത് നമ്മൾ എപ്പോഴും അഭിമാനത്തോട് പറയാറുണ്ട്, വിദേശ മലയാളിക്കുന്നു. ഇത്രയും 1.25 കോടി വിദേശ മലയാളികളുണ്ട്. നമ്മുടെ ജനസംഖ്യയിൽ 1/3 വിദേശ മലയാളികൾ, പ്രവാസികളാണ്. ഇവരെ മലയാളിയായിട്ട് നിർത്തണോ? വിദേശ കേരളീയരാണ് അവർ. ഇവരെ വിദേശ മലയാളികളാക്കിയിട്ട് ഇവരെ കേരളീയരാക്കി മലയാളിയായ കേരളീയരാക്കണമെങ്കിൽ ഭാഷ വേണം. ഭാഷയില്ലാതെ ഈ സെക്കൻഡ് ജനറേഷൻ കേരളത്തോടുള്ള യാതൊരു ആഭിമുഖ്യം ഉണ്ടാകില്ല. ആ ഭാഷയിൽ കൂടെ കേരളത്തോടുള്ള സംസ്കാരത്തിന് ഒരു താല്പര്യം വരും. ഇത് ഭാഷ പഠിപ്പിക്കാനുള്ള സൗകര്യം ഞാൻ എഴുതി കൊടുത്തത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇത് എക്സ്പെൻസ് അല്ല. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് 10 ലക്ഷം രൂപ ചിലവാക്കാൻ ഉള്ള ബഡ്ജറ്റ് കൊടുക്കുന്നില്ല എങ്കിൽ ഇങ്ങനെയുള്ള ഇത് നിർത്തണം. ഞാൻ പറഞ്ഞു ഒരു വർഷം 10 കോടി രൂപ
ലോകമാസകലം മലയാളം നടപ്പാക്കാൻ ചിലവാക്കണം. എഴുതി കൊടുത്തിട്ട് കേരളത്തിൽ തന്നെ മലയാളം നിർബന്ധമാക്കുന്ന കാര്യത്തിൽ ഒരു ബില്ല് വെച്ച് താമസിപ്പിക്കുക. അതെ. അപ്പോൾ പിന്നെ ഇത്തരത്തിലുള്ള ഒരു സംരംഭത്തിലേക്ക് അവർ കടക്കുമോ? കണക്കില്ല. എത്രയോ ONV കുറിപ്പും മറ്റുള്ളവർക്ക് എത്രയോ കാലമായിട്ട് ഇതിനു വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുക. അതെ. അത് ഈ ഇവരെല്ലാം ONV ചിലപ്പോൾ എന്നെ കാണുമ്പോൾ പറയാറുണ്ട്, ശരി ഞാൻ ഇതെല്ലാം വിടാൻ പോവുകയാണ്. ആദ്യം പിന്നെ ഇവർ ആരോട് സമരം ചെയ്യുമ്പോൾ പറയാനുള്ളതൊക്കെ പറയും, ആരും കേൾക്കാനില്ല. പിന്നെ ചെയ്യും. എനിക്കും പലപ്പോഴും ആ നിരാശ തോന്നാറുണ്ട്. താങ്കളേതായാലും ഈ മറുനാട്ടിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും മലയാളികൾക്ക് വേണ്ടിയിട്ട്, അവിടുത്തെ മലയാളികൾക്ക് വേണ്ടി താങ്കൾ നിൽക്കുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമായ കാര്യമാണ്. താങ്കൾ ഇപ്പോൾ നവതിയുടെ നിറവിലാണ്. പുതിയൊരു നാടകം എഴുതുന്നുണ്ട് പറഞ്ഞില്ലേ. അതിൻ്റെ പേര് യേശുവും ഞാനും എന്നാണ് നാടകത്തിൻ്റെ പേര്. നാടകത്തിൻ്റെ പേരൊക്കെ ഇട്ടു. നാടകത്തിൻ്റെ ഔട്ട്ലൈൻ തയ്യാറായി. ഇരിക്കാൻ വിട്ട് 3-4 വർഷമായി. ഇടയ്ക്കിടയ്ക്ക് എന്നെ തോന്നുമ്പോൾ എഴുതും. അത് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല മേജർ വർക്ക് ആയിരിക്കണം. അതിലൂടെ താമസിച്ചു പോകുന്നു. യേശുവും ഞാനും അത് ഒരു യേശു ഞാനും തമ്മിലുള്ള ഒരു ബന്ധമാണത്. യേശുവും ഞാനും എന്ന് പറയുമ്പോൾ വല്ല വിവാദത്തിലേക്ക് വഴിതെളിക്കുമോ? ഇല്ല. ഈ നാടകം എഴുതി തീർപ്പെട്ട് കഴിഞ്ഞോ? ഇല്ലല്ലോ, ഏതാണ്ട് തീരാറായി. തീർന്നു വന്നു. ഇതിനെപ്പറ്റി ഈ സാഹിത്യ അക്കാദമിയുടെ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ചോദിക്കുകയാണ്, എൻ്റെ ഭീരുത്വമാണ് എൻ്റെ രക്ഷ എന്ന് ഇതിൽ പറയുന്നുണ്ട്. അത് പ്രളയത്തിൽ ഈ സ്വാർത്ഥ മോഹികൾ രക്ഷപ്പെടുന്നതിൻ്റെ ഒരു പിന്തുടർച്ചയല്ലേ ഇതിനകത്ത് കാണുന്നതെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതെ, നോഹയുടെ നോഹയുടെ അതിൻ്റെ ഒരു തുടർച്ചയാണിത്. ഏതായാലും ഇപ്പം നാടകത്തിനൊരു പൊതുജീവൻ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നാട്യഗ്രഹം താങ്കളെ വിളിച്ച് ആദരിക്കുകയും താങ്കളുടെ നാടകങ്ങളൊക്കെ അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ പുത്തൻ തലമുറയും താങ്കളെ ഒന്നുകൂടെ തിരിച്ചറിഞ്ഞു. ഇനിയും വരാനിരിക്കുന്ന താങ്കളുടെ നാടകത്തിലൂടെ താങ്കളെ ഇനിയും പുതിയ തലമുറ കൂടുതൽ മനസ്സിലാക്കാൻ ഇടയാകും. താങ്കൾക്ക് ഒപ്പം ഞങ്ങൾ ദീർഘായുസ്സും നേരുന്നു. ഇത്രയും ഉള്ളു തുറന്നതിന് വളരെ നന്ദി. നമസ്കാരം. വളരെ സന്തോഷം. നന്ദി. നമസ്കാരം. സന്തോഷം.